BDS തിയറി എക്സാംസിനേക്കാൾ സത്യത്തിൽ ഞാനൊക്കെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്ന പ്രാക്ടിക്കൽ എക്സാംസ് ആയിരുന്നു. കാരണം നമുക്ക് ആ ഒരു കേസ് കിട്ടുമോ, അല്ലെങ്കിൽ ആ പേഷ്യൻറ്റ് കറക്റ്റായിട്ട് കിട്ടുമോ, അല്ലെങ്കിൽ വരുമെന്ന് പറഞ്ഞ പേഷ്യൻറ്റ് വരുമോ എന്നൊക്കെ ഒരുപാട് ആങ്സൈറ്റി ആവും. അപ്പോൾ ആ ടെൻഷനിൽ എന്ത് സംഭവിക്കുന്നു, നമ്മൾ മര്യാദയ്ക്ക് തിയറി വൈവൊക്കെ നോക്കുക പോലുമില്ല. അവിടെ എത്തി എക്സ്റ്റേണലിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആകെ ടെൻഷനായി പോകും. കാരണം ഇനീഷ്യലി ചിലപ്പം ഫസ്റ്റത്തെ റോൾ നമ്പേഴ്സിന് ഫസ്റ്റ് പേഷ്യൻറ്റ് കിട്ടും, നമ്മൾ ആ ലാസ്റ്റത്തെ റോൾ നമ്പേഴ്സൊക്കെ ആണെങ്കിൽ പേഷ്യൻറ്റിന് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ ആ ടെൻഷനിൽ നിൽക്കുമ്പോൾ ആയിരിക്കും നമ്മുടെ തിയറി വൈവ് വരുന്നത്. അപ്പം അതാകെ കൊളാവുകയും ചെയ്യും. അപ്പം ഫൈനൽ ഇയർ പാർട്ട് 1 അല്ലെങ്കിൽ പാർട്ട് 2 ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസർവേറ്റീവ് ഡെന്റിസ്റ്റ് അതായത് പാർട്ട് 2 ഉള്ള സമയത്ത് നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ക്ലാസ് 2 ക്യാവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ എക്സാമിനേക്ക് ഒന്ന് ബുക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അവർ വരുന്നൊന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ പ്രോസ്റ്റോ കേസ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റിഡ്ജ് ഒക്കെ ഉള്ള പേഷ്യൻറ്റിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരോടും അത്യാവശ്യം ആ ഒരു 2-3 മന്ത്സ് റാപ്പോ ഒക്കെ ബിൽഡ് ചെയ്ത് എക്സാമിന് ഒന്ന് വരണേ എന്നുള്ള ഒരു ഉറപ്പ് വരുത്തി വെക്കുക. കാരണം ഓൾറെഡി പരിചയമുള്ള പേഷ്യൻ്റ് ആകുമ്പോൾ നമുക്കും ഒന്നും കൂടി കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. അപ്പം സർജറിക്ക് അതേപോലെ ഫേം മോളാർ എക്സ്ട്രാക്ഷൻ ഉള്ളവർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കേസുകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ ക്യാൻറ്റീനിൽ അല്ലെങ്കിൽ ലൈബ്രറിയിലെ സ്റ്റാഫ് അങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും നമ്മൾ വേണമെന്ന് വിചാരിച്ച് തിരഞ്ഞു കിട്ടിയാൽ നമുക്ക് എവിടെന്നെങ്കിലും കൺവിൻസ് ചെയ്യാൻ പറ്റും. കാരണം എത്ര കേസ് ഫ്ലോ ഉള്ള കോളേജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോളേജുകാർക്കും ഇപ്പോൾ ഡെയിലി ഈ ഒരു എക്സാമിൻ്റെ ഡേ ആയാലും ഒരു 50 കേസിൽ ഒരു 100 കേസ് ഒരുമിച്ച് അറേഞ്ച് ചെയ്യാവുന്നത് ഒരു ടാസ്ക് തന്നെയാണല്ലോ. അപ്പം നമ്മളുടെ ഭാഗം അറ്റ്ലീസ്റ്റ് നമുക്ക് അല്ല കോളേജിൽ നിന്ന് കേസ് കിട്ടിയാലും ഇനി കിട്ടാത്ത കുട്ടികൾക്കും അതൊരു ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തിയറി എക്സാം പോലെ തന്നെ പ്രാക്ടിക്കൽസും ടെൻഷനില്ലാതെ തിയറി വൈവൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.